And Then There Were None by Agatha Christie. One of the greatest mystery novel ever written. ക്യൂൻ ഓഫ് ക്രൈം എന്ന് വിളിക്കുന്ന അഗത ക്രിസ്റ്റിയുടെ 1939 പബ്ലിഷ് ചെയ്ത And Then There Were None എന്ന നോവലിന്റെ അടിസ്ഥാനത്തിൽ 2015 BBC 1 ഇറങ്ങിയ സീരീസ് ആണിത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 10 പുസ്തകങ്ങളിൽ ഒന്നാണ് അഗത ക്രിസ്റ്റിയുടെ And Then There Were None. ഡെവൻ കോസ്റ്റിലെ സോൾജർ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 10 സ്ട്രേഞ്ചേഴ്സിനെ ഒരു വ്യക്തി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ ആർഭാടവും ആനന്ദകരവുമായ ജീവിതമായിരിക്കും അവരെ അവിടെ സ്വാഗതം ചെയ്യുന്നുണ്ടാകുക. കൂടാതെ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന 2 സർവൻസും. ആ സ്ട്രേഞ്ചേഴ്സ് താമസിച്ച വീട്ടിലാകട്ടെ ചുമരിൽ അവിടെ ഇവിടെയായി ഓരോ ഭാഗത്തും നഴ്സറി പോയം ഫ്രെയിം ചെയ്തു വെച്ചിട്ട് കാണാം. ആ പോയത്തിലെ ഓരോ സ്റ്റാൻസയിലും പറഞ്ഞതുപോലെ അവിടെയുള്ള ഓരോ സ്ട്രേഞ്ചേഴ്സും ഓരോരാളായി ഓരോ ദിവസം മരിച്ചു വീഴും. എല്ലാവരും ആരാ കില്ലർ, ആരാ എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് മനസ്സിലാകാതെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഈ സീരീസിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പൊ പോയാലോ കഥയിലേക്ക്. യു ആർ വാച്ചിങ് ഫിലിം വിസ്പറർ ആൻഡ് ടുഡേ വി ആർ ഡൈവിംഗ് ഇൻടു വർഷം 1939 ലണ്ടൻ നഗരം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ഫസ്റ്റ് കഥാപാത്രമായ വെരയാണ് കാണിക്കുന്നത്. വെര ഒരു സ്പോർട്സ് ടീച്ചറാണ്. അവളൊരു ചെറിയ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വലിയ ഇൻകം ഒന്നും അവൾക്കില്ല. സോ സമ്മർ ടൈം വലിയ വലിയ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചും ക്ലാസ് എടുത്തുമൊക്കെയാണ് അവൾ വരുമാനം കണ്ടെത്തുന്നത്. ഇപ്പൊ അവൾ ഒരു ജോബ് കൺസൾട്ടൻസിയിലേക്ക് വന്നിട്ടാണുള്ളത്. അവിടുത്തെ സ്റ്റാഫായ ഐസക് അവൾക്കൊരു ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട്. ജോബ് ഓഫർ വേറൊന്നുമല്ല, യുലിക് നോർമൻ ഓവൻ അഥവാ UN ഓവൻ എന്ന് പറയുന്ന ആളുടെ വൈഫിന്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, ഓവന്റെ ഫുൾ നെയിം ഇല്ലേ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. വേറെ ഐസക്കിനോട് പറയും, എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ടൈപ്പിംഗ് സ്പീഡൊന്നുമില്ല, അവർക്ക് ആള് മാറിയതാണെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ നിനക്ക് അസിസ്റ്റന്റ് ആയിക്കൂടെ? അതാകുമ്പോ നിനക്ക് ചെറിയ ചെറിയ സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് മാത്രം എടുത്താൽ മതി. മിസിസ് ഓവന് ഞാൻ നിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് നിന്നെ സെലക്ട് ചെയ്തത്. അത് കേട്ട് വേറെ പറയും, ഓ അതെയോ, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് പറയാമോ? ഡെവൻ കോസ്റ്റിലെ സോൾജർ ഐലൻഡ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. വേറെ ഐസക്കിനോട് നിങ്ങൾ എപ്പോഴെങ്കിലും മിസ്റ്റർ ആൻഡ് മിസിസ് ഓവനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾ മെയിനായിട്ട് ലെറ്റേഴ്സ് വഴിയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഈ വർക്കിന് സൂട്ട് ആകുന്ന ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഐസക്ക്, ഇത് നല്ല സാലറി ഉള്ളൊരു ജോബാണ്, മാത്രമല്ല നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിനക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതും പറഞ്ഞ് അയാൾ കുറച്ച് രൂപ അഡ്വാൻസ് ആയിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. പൈസക്ക് അത്രക്കും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വേറെക്ക് കിട്ടിയ അവസരം തട്ടിക്കളയാനും തോന്നില്ല. അവൾ അങ്ങനെ അതിനൊക്കെ പറയും. ഇതുപോലെ ഓവൻ എന്ന് പറയുന്ന ആൾ ബാക്കി 9 പേർക്കും ഓരോ കാര്യങ്ങൾ വെച്ച് ലെറ്റേഴ്സ് അയക്കും. 9 ആൾക്കും 9 കാരണങ്ങൾ കാണിച്ചിട്ടായിരിക്കും വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ വരാ സോൾജർ ഐലൻഡിലേക്ക് പോകും. ഇതാണ് ഫിലിപ്പ് ലോംബാർഡ്. ഓവൻ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ഇവനും. ആളുടെ ജോലി എന്ന് പറയുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റിസ്ക് ജോലിയും അവൻ ഏറ്റെടുക്കും. അവൻ വരെയെ ഒരു നോട്ടം നോക്കും. വേറെക്ക് അതത്ര പിടിക്കില്ല. അവൾ അവളുടെ ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോകും. ഇതാണ് ഡേവിസ്, ഓവൻ ഇൻവൈറ്റ് ചെയ്ത 3ാമത്തെ ആൾ. ഡേവിസിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതാണ് എഡ്വാർഡ് ആംസ്ട്രോങ്. പുള്ളി ഒരു സർജൻ ആണ്. ഇയാളാണ് ഓവൻ ഇൻവൈറ്റ് ചെയ്ത 4ാമത്തെ ആൾ. ഇപ്പൊ ചീരിപ്പാഞ്ഞ് വണ്ടി ഓടിച്ച് പോയവനില്ലേ, അവനാണ് ആന്റണി. ആൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക ജോലിയും കൂലിയും ഒന്നുമില്ല. പിന്നെ ഫാമിലി കുറച്ച് റിച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. ആന്റണിയുടെ സ്പീഡിലുള്ള പോക്ക് കണ്ട് എഡ്വേർഡ് അവനെ ചീത്ത വിളിക്കും. പക്ഷേ ഈ പൊട്ടനെ തന്നെ ചീത്ത വിളിച്ചതോ പറയുന്നതോ അതൊന്നും വലിയ കാര്യമേ അല്ല. ആന്റണിയാണ് ഓവൻ ഇൻവൈറ്റ് ചെയ്ത 5th പേഴ്സൺ. മറുഭാഗത്ത് വരെ സീറ്റ് മാറി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ 6ാമത്തെ ആൾ, ലോറൻസ് വാൾഗേവ്. ആളൊരു റിട്ടയർഡ് ജഡ്ജാണ്. ഇതാണ് തോമസ് റോൾജേഴ്സ്. ഇയാൾ ഓവന്റെ വീട്ടിലെ പാചകക്കാരനാണ്. ആൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ആക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും ഡെവൻ കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇനി അവർക്ക് ബോട്ട് വഴിയാണ് പോകേണ്ടത്. അവരെ കൂട്ടാൻ വേണ്ടി ബോട്ട്മാനായ ഫ്രെഡ് നാരക്കോട്ട് അവിടെ എത്തും. ഇതാണ് ജോൺ. ആളൊരു റിട്ടയർഡ് ആർമി ഓഫീസറാണ്. ഫ്രെഡ് പറയും, നിങ്ങളെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് മുമ്പേ 2 പേരെ ഞാൻ സോൾജർ ഐലൻഡിലേക്ക് കൊണ്ടുപോയി ആക്കി. ഒന്നൊരു സ്ത്രീയാണ്. ഏതു നേരവും ഇങ്ങനെ പരാതി പറഞ്ഞു കൊണ്ടേയിരിക്കും, വായി പൂട്ടുകയേയില്ല. പിന്നെ വേറൊരുത്തൻ പട്ടി ഷോ കാണിച്ച് നടക്കുന്നവൻ. അതവൻ ഉദ്ദേശിച്ചത് വേറെ ആരെയുമല്ല, ആന്റണിയാണ്. അങ്ങനെ അവർ എല്ലാവരും ബോട്ടിലേക്ക് കയറും.
ഓവന്റെ വീട് ശരിക്കും കടലുകളാൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ തോമസും അയാളുടെ വൈഫായ ഈതലും ഗസ്റ്റ് വരുന്നതിന്റെ ഓരോ തിരക്കിലായിരിക്കും. ഈതലിന് കാഴ്ചക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഗ്ലാസ് വെക്കാറുണ്ട്. അവസാനം അവർ ആ സോൾജർ ഐലൻഡിലേക്ക് എത്തും. അവരെ കണ്ട തോമസും അയാളുടെ വൈഫായ ഈതലും അവരെ വെൽക്കം ചെയ്യും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകും. വരാൻ പോകുന്ന നൂലാമാലകൾ എന്താണെന്നറിയാതെ നടന്ന് പകുതിയാകുമ്പോൾ ഫ്രെഡ് അവരോട് പറയും, എന്നാൽ ശരി, എനിക്ക് ഇവിടം വരെ വരാനേ അനുമതിയുള്ളൂ. അതും പറഞ്ഞ് അവൻ തിരികെ നടക്കും. തിരികെ നടന്ന് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ ഫ്രെഡ് എന്തൊക്കെയോ അർത്ഥത്തിൽ അവരെ എല്ലാവരെയും നോക്കും. വീട്ടിലെത്തിയ എല്ലാവരും തോമസിനോട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവനെ എപ്പോഴാ കാണാനാകുകയെന്ന് ചോദിക്കും. അപ്പൊ തോമസ് രാത്രിയാകുമ്പോഴേക്കും എല്ലാവരും ഇവിടെ ഉണ്ടാകുമെന്ന് പറയും. അന്നേരം വരെ തോമസിനോട് ചോദിക്കും, മിസ്സിസ് ഓവൻ എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാരണം ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ റൂം എന്റെ വൈഫ് ഈതൽ കാണിച്ചു തരും. എല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കോളൂ. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകും. സെക്രട്ടറി ആയതുകൊണ്ട് വെരയോട് ലോറൻസ് ചോദിക്കും, എന്റെ ഒരു ഫ്രണ്ട് മിസ്സിസ് കൾമിങ്ടൺ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവർ ഇവിടെ വരാനുള്ള പ്ലാൻ മാറ്റിയിട്ടുണ്ടാകുമോ? അതിനെപ്പറ്റി വല്ലതും അറിയോ? അപ്പൊ വെര പറയും, ഏയ്, എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. ഞാൻ ഇപ്പോൾ വർക്കിന് കയറിയിട്ടേ ഉള്ളൂ. എന്നെ ഇപ്പോഴാണ് സെക്രട്ടറി ആയിട്ട് എടുത്തത്. ലോറൻസ് പറയും, എന്നോട് ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു ഓവൻ എനിക്ക് ലെറ്റർ എഴുതിയത്. അവളെ ആണെങ്കിൽ ഇവിടെ കാണാനുമില്ല. ആകെ മൊത്തം എന്തോ പന്തികേട് പോലെ. ആ സീൻ അവിടെ കട്ടാകും. ഇവിടെ റൂമിലെത്തിയ ഡേവിസ് ഒരു പേപ്പറിൽ ഇവിടെ വന്ന ഓരോരുത്തരുടെയും നാഷണാലിറ്റി എഴുതി വെക്കുന്നുണ്ടാകും. അതിൽ ഫിലിപ്പ് ഐറിഷ് ആണെന്ന് എഴുതി വെക്കും. മറുഭാഗത്ത് വര അവളുടെ റൂമിന്റെ ചുമരിൽ 10 ലിറ്റിൽ സോൾജേഴ്സ് എന്ന ടൈറ്റിലുള്ള ഒരു പോയം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണും. അത് 10 സ്റ്റാൻസയിലായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. 10 സ്റ്റാൻസയിലും 10 ലിറ്റിൽ സോൾജേഴ്സ് 10 വിധത്തിലായിട്ട് മരിക്കുന്നതാണ് അതിൽ പറയുന്നത്. ഈ പോയം കൂടി ഒന്ന് നോട്ട് ചെയ്തോ. മറ്റൊരു സൈഡ് ആന്റണി നല്ലോണം ഡ്രഗ് വലിച്ചു കയറ്റുന്നുണ്ടാകും. മറുവശത്ത് ഫിലിപ്പ് അവന്റെ കയ്യിലുള്ള ഗൺ ആരും കാണാതെ ഡ്രോയറിൽ വെക്കുന്നുണ്ടാകും. പിന്നെ ഒരു ഭാഗത്ത് ജോൺ അയാളുടെ പേഴ്സിന് ഒരു ഫോട്ടോ എടുത്ത് അവിടെ വെക്കുന്നുണ്ടാകും. ആ ഫോട്ടോയിൽ ജോണും അയാളുടെ കൂടെ ഒരു സ്ത്രീയും പിന്നെ വേറൊരാളും കൂടി ഉണ്ടാകും. അപ്പൊ ജോണും അയാളുടെ ചുമരിൽ വെരയുടെ റൂമിൽ കണ്ടതുപോലെ 10 ലിറ്റിൽ സോൾജേഴ്സ് എന്ന് പറഞ്ഞ പോയം കാണും. ഇതാണ് എമിലി. നേരത്തെ ബോട്ട്മാനായ ഫ്രെഡ് ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത് നേരവും കംപ്ലൈന്റ് പറയുന്ന ഒരു സ്ത്രീ. അവരാണ് ഇവർ. ആള് കുറച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. എമിലി ഈതലിനോട് ചോദിക്കും, ചെറുപ്പം തൊട്ടേ നിന്റെ കണ്ണിന് ഈ പ്രശ്നമുണ്ടോ? അപ്പൊ അവൾ, ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നതാണെന്ന് പറയും. അന്നേരം എമിലി, മേ ബി നീ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് വന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ ഈതൽ പേടിക്കുന്നത് പോലെ, സോറി മാഡം, എനിക്കത് അറിയില്ല എന്ന് പറയും. ഇതൊക്കെ നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈതൽ ഇങ്ങനെ ഭയന്ന് സംസാരിക്കുന്നത് കണ്ട് എമിലി പറയും, നീ ഇങ്ങനെ ഇമോഷണലി ഭയങ്കര വീക്ക് ആകരുത്. ബി സ്ട്രോങ് ലൈക്ക് ഇംഗ്ലീഷ് വുമൺ. ഈ സ്ത്രീക്ക് ലേശം തള്ളും കൂടുതലാണ്. ഓ, നിന്നെ നാറിയിട്ട് വയ്യ. ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വല്ല പെർഫ്യൂം അടിച്ചിട്ട് മാത്രം വന്നാൽ മതി, മനസ്സിലായോ? ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ വേറെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകും. അപ്പോൾ അവിടെയുള്ളൊരു റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കും. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈതൽ വന്നിട്ട് വെരയോട് പറയും, ഇവിടെ അങ്ങനെ ആരും വരാറില്ല. ഈ ഭാഗത്ത് സ്റ്റാഫിന് മാത്രമേ അലൗഡുള്ളൂ. അല്ല, ഞാനും ഇവിടുത്തെ സ്റ്റാഫാണ്. പക്ഷേ ഞങ്ങളോട് ഞങ്ങളുടെ മുതലാളി പറഞ്ഞത് നിങ്ങളെ ഇവിടുത്തെ ഗസ്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്യാനാണ്. വെര ചോദിക്കും, രാത്രി ഓവന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടാകും? അത് നമ്മൾക്ക് അവർ വരുമ്പോൾ കാണാം. ഇവിടെ അധികം നിൽക്കുന്നത് അത്ര ശരിയല്ല. മേഡം അങ്ങോട്ടേക്ക് ചെന്നോളൂ. അങ്ങനെ വെര അവിടുന്ന് പോകും. ശരിക്കും ആ റൂമിനകത്ത് തോമസ് ആയിരിക്കും ഉണ്ടാവുക. തോമസ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈതലിനോട് വെൽ ഡൺ ഗേൾ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും, എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ. പിന്നീട് വരെ വീടൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ടാകും അവളുടെ റൂമിൽ കണ്ട അതേ പോയം അവിടെയും. അവൾ അത് നോക്കുമ്പോൾ ഫിലിപ്പ് വന്നിട്ട് പറയും, ഇതുപോലെ ഒരെണ്ണം എൻ്റെ റൂമിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ റൂമിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാകുമെന്നാണ്. എനിക്കെന്തോ നമ്മൾ ഇവിടെ വിളിപ്പിച്ച ആ ഓവനില്ലേ, അയാൾ എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട്. ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഫിലിപ്പ് പറയും, എനിക്കൊരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നീ ശരിക്കും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. വെരക്കതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അടുത്ത സീനിൽ ഡിന്നർ ടൈം. തോമസ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്റെ വീട്ടിൽ ഞാൻ സിമ്പിളായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് എമിലി അവിടുന്ന് തള്ളും. കഴിക്കുന്നതിനിടയിൽ എഡ്വേർഡ് ലോറൻസിനോട് പറയും, നമ്മൾ എവിടെയെങ്കിലും വെച്ച് മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു.
സോറി, എനിക്ക് കുറച്ച് മറവി കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ കോട്ടുന്ന് കണ്ടിട്ടുണ്ടാകാം. അല്ല, അവിടുന്നല്ല, അത് പിന്നീട് ഞാൻ ഓർമ്മിച്ചെടുത്തോളാം. എമിലി ടേബിളിലുള്ള 10 ഫിഗേഴ്സ് കണ്ടിട്ട് പറയും, ഇത് കണ്ടിട്ട് എനിക്കെന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ഇപ്പം പറഞ്ഞ ഈ 10 ഫിഗേഴ്സ് ഇല്ലേ, ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. വേറെ എമിലിയോട് പറയും, ഇതാ വാളിൽ ഫ്രെയിം ചെയ്ത പോയമില്ലേ, അതിലെ 10 ലിറ്റിൽ സോൾജേഴ്സ് ആണ്. എമിലി വെറയോട് പറയും, ഇതിനൊക്കെ ആരെങ്കിലും പോയം എന്ന് പറയുമോ? സാധാരണ ഒരു പോയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വായിച്ചാൽ തന്നെ ഹാപ്പിനെസ്സും ഇൻസ്പയർഡും ആകുന്നതാണ്. ഡേവിസ് എമിലിനോട് അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയും. ഓ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയോ? ഞാൻ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നിനെപ്പറ്റിയും ഒരു കുന്തവും അറിയില്ല എന്നാ വിചാരിച്ചത്. അല്ല, ഈ ഓവൻ നിങ്ങളുടെ ഫ്രണ്ടാണോ? അപ്പൊ ഡേവിസ് പറയും, അങ്ങനെ അറിയില്ല, പക്ഷേ നമ്മളുടെ കമ്പനിയിൽ നിന്നാണ് ഇവർക്ക് ഫുഡൊക്കെ സപ്ലൈ ചെയ്യൽ. അതേസമയം ജോൺ ഓവനെ പറ്റി അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കുന്നുണ്ടാകും. ഇതിന്റെ ആൻസർ നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കാം. എമിലി തോമസിനോട് ചോദിക്കും, എപ്പോഴാ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ വരിക? നിങ്ങൾ അവരെ വിളിച്ചു നോക്കിയോ? അപ്പൊ തോമസ് പറയും, ഈ ഐലൻഡിൽ അങ്ങനെ ഫോണൊന്നുമില്ല. നമ്മൾക്ക് വിവരങ്ങളും അതുപോലെ കിച്ചൺ സപ്ലൈസും ഒക്കെ എത്തിക്കുന്നത് ഫ്രെഡ് ആണ്. ചിലപ്പോൾ നാളെ ഫ്രെഡിന്റെ കൂടെ ഓവനും ഉണ്ടാകും. അന്നേരം തോമസിനോട് ആന്റണി പറയും, എന്റെ കാർ ജെൻസൺ അവിടെ ഹാർബറിന്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ വേണ്ടി ഫ്രെഡിനോട് പറയണം. എന്നിട്ട് ആന്റണി ഡേവിസിനോട് ചോദിക്കും, ഈ ഓവൻ ആളെങ്ങനെയാ? ഫണ്ണി ടൈപ്പാണോ? എന്തേ നീ അങ്ങനെ ചോദിച്ചത്? ആന്റണി പറയും, അല്ല, എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ച സമയത്ത് അതിൽ പറഞ്ഞത് ഇവിടെ ഹൗസ് പാർട്ടി നടക്കുന്നുണ്ട്, നല്ല ഫണ്ണും എന്റർടൈൻമെന്റും ഒക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടത് ഫിലിപ്പിനെ പോലത്തെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് എണ്ണത്തിനെയും, അതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ ഡേവിസ് അതിന് കറക്റ്റ് ആൻസർ കൊടുക്കില്ല. അയാൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ. എഡ്വേർഡ് ആന്റണിയോട് കുറച്ച് ഹാഷായിട്ട് ചോദിക്കും, ജെൻസൺ നിന്റെ വണ്ടിയായിരുന്നോ? അപ്പൊ നീ ആയിരുന്നല്ലേ ഇന്ന് എന്നെ ഓവർടേക്ക് ചെയ്തു പോയത്? നീ കാരണമാണ് എന്റെ വണ്ടി സ്കിഡ് ആയത്. അത് ഞാനൊന്നുമല്ല, അത് നീ തന്നെയാണ്. ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ച് പോകുകയായിരുന്നു, അതിന്റെ ഇടക്ക നീ എന്നെ ഓവർടേക്ക് ചെയ്ത് എന്റെ കൺട്രോൾ പോയത്. അപ്പൊ ആന്റണി പറയും, ഇപ്പൊ മനസ്സിലായി, ഞാൻ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഒരാൾ വണ്ടി എടുത്ത് മെല്ലെ ഇഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഓ, അത് നിങ്ങളായിരുന്നല്ലേ. എന്റെ വയസ്സായ ആന്റി വരെ നിങ്ങളെക്കാൾ സ്പീഡിൽ വണ്ടി ഓടിക്കും. നിങ്ങൾക്ക് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ അടിച്ചതും പോരാ, എന്നിട്ട് തർക്കുത്തരം പറയുന്നോ അധിക പ്രസംഗി. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ വഴക്ക് തീരില്ല എന്ന് മനസ്സിലാക്കിയ ലോറൻസ് അവരോട് പറയും, നിങ്ങളൊന്ന് നിർത്തുമോ, ഇവിടെ ലേഡീസ് ഒക്കെ ഉള്ളതാണ്. അത് കേട്ടവർ മിണ്ടാണ്ട് നിൽക്കും. മറുഭാഗത്ത് ഈതൽ തോമസിനോട് എന്തോ അർത്ഥം വെച്ചുകൊണ്ട് സമയമായോ എന്ന് ചോദിക്കും. അപ്പൊ തോമസ് പറയും, നീ അവർക്ക് ഫുഡ് വിളമ്പിക്കൊടുക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ എമിലി വെരയോട് അവൾ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ വെര പറയും, ഏത് സ്കൂളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വഴിയില്ല, അതത്ര ഫേമസ് ആയിട്ടുള്ള സ്കൂളൊന്നുമല്ല. അന്നേരം എമിലി പറയും, ഫേമസ് മാത്രമല്ല, അത്രക്ക് നല്ല സ്കൂളുമല്ല. കാരണം അത്ര നല്ലതാണെങ്കിൽ നീ ഈ സമ്മർ ടൈം ഇവിടെ ജോലി ചെയ്യാൻ വരേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നത് ശരിക്കും സമയം വേസ്റ്റ് ആക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അവർ ഒരു അനൗൺസ്മെന്റ് കേൾക്കുക. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എമിലി ബിയട്രസ് ടൈലർ എന്ന് പറയുന്ന ആളെയും ഫിലിപ്പ് ആഫ്രിക്കയിലെ 21 പേരെയും അതുപോലെ ജോൺ ഹെൻറി റിച്ച്മണ്ടിനെയും ആന്റണി ജോൺ ആൻഡ് ലൂസിയെയും കൂടാതെ എഡ്വേർഡ് ലൂയിസെയും ലോറൻസ് എഡ്വേർഡിനെയും അതുപോലെ വെര സിറിലിനെയും തോമസ് ആൻഡ് ഈതൽ ജെനിഫർ ബ്രാഡി എന്ന് പറയുന്ന ആളെയും കൂടാതെ വില്യം ഹെൻറി ബ്ലോർ സ്റ്റീഫൻ എന്ന ആളെയും കൊന്നെന്നായിരിക്കും അവർ അതിൽ പറയുന്നുണ്ടാകുക. അത് കേട്ട എല്ലാവരും ഞെട്ടും. ഇതെവിടുന്ന് ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് പോകും. എഡ്വേർഡ് തോമസിനോട് ഈ സൗണ്ട് എവിടുന്നാ വരുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ എനിക്കറിയില്ല എന്ന് പറയും. നോക്കുമ്പോൾ ആ സൗണ്ട് വരുന്നത് നേരത്തെ വരെ ഒരു റൂമിലേക്ക് പോകുമ്പോൾ ഈതൽ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ റൂമിൽ നിന്നായിരിക്കും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തോമസിനോട് പറഞ്ഞത് ഓവനാണ്. എന്നാൽ ആ ലിസ്റ്റിൽ താനും ഉണ്ടാകുമെന്ന് തോമസ് അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ കേട്ട് ഈതൽ പേടിക്കും. അന്നേരം തോമസ് ഓടി വന്നിട്ട് നീയൊന്നും മിണ്ടാതിരിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ വായ പൊത്തിപ്പിടിക്കും. അപ്പോഴേക്കും അവളുടെ ബോധം പോകും. ഓവൻ 10 പേരെ ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ 9ാമത്തെയും 10ാമത്തെയും ആൾക്കാർ ഈതലും തോമസുമാണ്. ഇപ്പുറത്തെ ഫിലിപ്പ് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഗ്രാമഫോണിൽ നിന്നായിരിക്കും ആ സൗണ്ട് വരുന്നുണ്ടാകുക. ഈതൽ ബോധം കേട്ടത് കണ്ട് ഡോക്ടർ എഡ്വേർഡ് അവന്റെ മെഡിക്കൽ ബാഗ് എടുക്കാൻ പോകും. തോമസ് അതൊന്നും വേണ്ട, അവൾ ഓക്കെ ആയിക്കോളും എന്ന് പറയും. എഡ്വേർഡ് പറയും, നീയല്ല, ഞാനാണ് ഡോക്ടർ, ഞാൻ ഇത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ്
അയാൾ ബാഗ് എടുക്കാൻ വേണ്ടി പോകും. എന്നാൽ ഡേവിസിന്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാകില്ല. സോ ഈ പ്ലാനിങ്ങിന്റെ എല്ലാം പിന്നിൽ അവനാണെന്ന് പറഞ്ഞിട്ട് ആന്റണി അവനെ അടിക്കാൻ നോക്കും. അവനൊന്നുമല്ല ചെയ്തത്, അവനെ വിട്ടേക്ക്. കാരണം അവന്റെ പേര് ഡേവിസ് എന്നല്ല, വില്യം ഹെൻറി ബ്ലോർ എന്നാണ്. അതായത് ഇപ്പൊ കേട്ട ഗ്രാമഫോണിന്ന് ഡേവിസിന്റെ പേരിന് പകരം വില്യം ഹെൻറി ബ്ലോർ എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഡേവിസ് പറയും, അതെ, എന്റെ ശരിക്കുമുള്ള പേര് അത് തന്നെയാണ്, ഞാനൊരു പോലീസുകാരനാണ്. അല്ല, ഈ കാര്യങ്ങൾ നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്കങ്ങനെ തോന്നി. മറുവശത്ത് എഡ്വേർഡ് ഈതലിന് ഒരു മെഡിസിൻ കൊടുത്തുകൊണ്ട് പറയും, ഇതൊരു മൈൽഡ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പില്ലാണ്, ഇത് നിന്നെ ഉറങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തോളൂ. എന്നിട്ട് തോമസിനോടായിട്ട്, ഞങ്ങൾക്ക് നിന്നോട് ഓവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നിനക്ക് മാത്രമേ അതിന്റെ ആൻസർ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് എഡ്വേർഡ് അവിടുന്ന് പോകും. എഡ്വേർഡ് പോയത് കണ്ട ഈതൽ തോമസിനോട് പറയും, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ. അന്നേരം തോമസ്, നീ മിണ്ടാതെ ഒരു മൂലക്കിരിക്ക്, നീ എങ്ങാനും തുറന്നാൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. എഡ്വേർഡ് ഇതൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടാകും. അയാൾക്ക് എന്തൊക്കെയോ ഡൗട്ട് വരും. അടുത്ത സീനിൽ തോമസ് എല്ലാവരോടും പറയും, എന്നോട് ഓവൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവരാണ് പാർട്ടിക്കിടയിൽ ഒരു ജസ്റ്റ് ഗെയിം പോലെ ആ റെക്കോർഡ് പ്ലേ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പ്ലാനിങ്ങിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. അതിൽ എന്നെയും എന്റെ ഭാര്യയെയും പറ്റി പറഞ്ഞതെല്ലാം നുണയാണ്. അപ്പൊ ഡേവിസ്, ആ പറഞ്ഞതിൽ ഒരു സത്യവുമില്ല എന്ന് ചോദിക്കും. തോമസ് പറയും, ആ റെക്കോർഡിൽ പറഞ്ഞ ജെനിഫറിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് അവർ സ്വന്തം പോലെയായിരുന്നു. അവർ ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ കിടപ്പിലായിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ സ്വത്തിന്റെ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല അസൂയ തോന്നിയിരുന്നു. അവരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോഴാണ് തോമസിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ശരിക്കും ജെനിഫറിന്റെ സ്വത്തിന് വേണ്ടി തോമസ് കൊന്നതാണ്. ഈതൽ തോമസിനോട്, വേണ്ട, ഇതൊന്നും ചെയ്യണ്ട, ഇത് വലിയ പ്രശ്നമാകും, നമ്മൾക്ക് ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയും. പക്ഷേ തോമസ് അതൊന്നും കേൾക്കില്ല. ഈ കാര്യങ്ങൾ റെക്കോർഡിലൂടെ പുറത്തു വന്നത് കേട്ടിട്ടാണ് ഈതൽ നേരത്തെ പേടിച്ചത്. അപ്പോൾ ആന്റണി പറയും, അതുപോലെ എന്നെപ്പറ്റി പറഞ്ഞതും സത്യമല്ല, ഞാൻ ഈ ജോൺ ആൻഡ് ലൂസിയെ കണ്ടിട്ട് വരെയില്ല. അപ്പോഴായിരിക്കും ആന്റണിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ജോൺ ആൻഡ് ലൂസി എന്ന് പറയുന്ന 2 കുട്ടികൾ നടന്നു വരുമ്പോൾ ആന്റണിയുടെ കാറ് ചീറിപ്പാഞ്ഞവരെ ഇടിച്ചു. അവർ അപ്പം തന്നെ മരിച്ചു. എന്നാൽ ആന്റണി നല്ല പൈസക്കാരനായതുകൊണ്ടും നല്ല പിടിപാടുള്ളതുകൊണ്ടും ആ കേസ് ഒതുക്കി തീർക്കുകയും ചെയ്തു. കൂടാതെ ഒരു പേരിന് അവന്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡും ചെയ്തു. അപ്പൊ എഡ്വേർഡ് പറയും, ഈ പറയുന്ന ലൂയിസ എന്ന് പറഞ്ഞ പെണ്ണ് എന്റെ പേഷ്യന്റ് ആയിരുന്നു. അവർക്കൊരു സർജറി നടത്തിയ സമയത്ത് അത് ഫ്ലോപ്പ് ആയിപ്പോയി. ആ സർജറി ഭയങ്കര റിസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ എല്ലാവരും സർജനെ മാത്രമല്ലേ കുറ്റപ്പെടുത്തുകയുള്ളൂ. എന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. അതുപോലെ ജോൺ പറയും, ഞാൻ കൊന്നെന്ന് പറയുന്ന ഹെൻറി റിച്ച്മണ്ട് എന്റെ ജൂനിയർ ഓഫീസറായിരുന്നു. അവൻ ഡ്യൂട്ടിക്കിടയിലായിരുന്നു മരിച്ചത്, അല്ലാതെ ഞാൻ കൊന്നതല്ല. ആൾക്കാർ ഓരോ റൂമേഴ്സ് പറഞ്ഞ് പരത്തിയതാണ് ഞാൻ അവനെ കൊന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലോറൻസ് അയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയും, എഡ്വേർഡ് ഒരു കുറ്റവാളി തന്നെയാണ്. പക്ഷേ കോടതിയിൽ അവനെതിരെ വേണ്ടത്ര തെളിവില്ലായിട്ട് പോലും അവൻ തെറ്റ് ചെയ്തെന്ന് എനിക്കുറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവന് തൂക്കുകയർ വിധിച്ചത്. അതുപോലെ ഡേവിസ് പറയും, സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഹാൻഡ് കഫ് ചെയ്യുമ്പോൾ മാത്രമാണ് തൊട്ടത്, അല്ലാതെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ട് പോലുമില്ല. ഹാൻഡ് കഫ് ചെയ്യുന്ന സമയത്ത് അവൻ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് അവന്റെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ മരിച്ചതാണ്. അതിനുശേഷം വേറെ പറയും, ഞാൻ ട്യൂഷൻ എടുത്തു കൊടുത്ത കുട്ടിയായിരുന്നു സിറിൽ. അവന് നീന്താനുള്ള കാപ്പബിലിറ്റി കുറവായിരുന്നു. പക്ഷേ അവൻ എങ്ങനെയെങ്കിലും നീന്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവൻ ഞങ്ങളറിയാതെ കണ്ണു വെട്ടിച്ച് നീന്താൻ വേണ്ടി കടലിലിറങ്ങി. ആ സമയത്ത് അവനെ രക്ഷിക്കാൻ ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ എന്നെ കൊണ്ടത് പറ്റിയില്ല. അത് കേട്ട് ഫിലിപ്പ് പറയും, എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഞാൻ 21 പേരെയും കൊന്നിട്ടുണ്ടായിരുന്നു. ഒരു മിഷന്റെ ഭാഗമായിട്ട് ഫിലിപ്പും ബാക്കി 21 പേരും ആഫ്രിക്കയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ കയ്യിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫിലിപ്പ് എല്ലാവരുടെയും കയ്യിലുള്ള ബാക്കി ഭക്ഷണം അടിച്ചു മാറ്റി അവിടുന്ന് പോയി. ശേഷം അവർ ഭക്ഷണം കിട്ടാതെ മരിച്ചു. അത് കേട്ട് ജോൺ ഫിലിപ്പിന് ചീത്ത പറയും. ഫിലിപ്പ് പറയും, ഇത്രയും കള്ളന്മാരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് സത്യം തുറന്നു പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ നല്ല വെള്ള ചമയുകയാണ്. അത് കേട്ട എല്ലാവരും ഫിലിപ്പിനെ കുറ്റപ്പെടുത്തും. സഹി കേട്ട് ലോറൻസ് പറയും, മതി, ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തായാലും ഫ്രെഡ് വരുന്നത് വരെ നമ്മൾക്ക് കാത്തു നിൽക്കാം. എന്നിട്ട് നാളെ തന്നെ നമ്മൾക്ക് ഇവിടുന്ന് പോകാം. അല്ല, ഫ്രെഡിന്റെ കൂടെ നാളെ ചിലപ്പോൾ ഓവൻ ഉണ്ടെങ്കിലോ? അതിനിപ്പോ എന്താ, നമ്മൾ അവരെ കാണുന്നു, തിരിച്ചു പോകുന്നു, അത്ര തന്നെ. അന്നേരം ആന്റണി ബ്രാൻഡി കുടിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ചോക്ക് ചെയ്യും.
അന്നേരം വായിൽ നിന്ന് ബ്ലഡൊക്കെ വന്ന് അപ്പൊ തന്നെ അവൻ അവിടുന്ന് മരിക്കും. എല്ലാവരും ഞെട്ടും. അങ്ങനെ അവർ ആന്റണിയുടെ ബോഡി അവന്റെ റൂമിലേക്ക് മാറ്റും. അപ്പൊ ഫിലിപ്പിന് ആന്റണിയുടെ സിഗരറ്റ് ബോക്സിൽ നിന്ന് ഡ്രഗ് കിട്ടും. അപ്പൊ അവരെല്ലാം ആന്റണി മരിച്ചത് ഡ്രഗ് യൂസ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കും. ഇപ്പുറത്തെ ഈതൽ ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ആരാണെന്ന് ചോദിക്കുമെങ്കിലും മറുഭാഗത്തുനിന്ന് ഒരു ആൻസറും ഉണ്ടാകില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ എഡ്വേർഡ് അവന്റെ സ്വപ്നത്തിൽ അവന്റെ ഫ്ലാഷ് ബാക്ക് കാണും. അതായത് സത്യത്തിൽ എഡ്വേർഡ് കാരണമാണ് ലൂയിസ എന്ന് പറഞ്ഞ പെണ്ണ് മരിച്ചത്. സർജറി ചെയ്യുന്ന സമയത്ത് അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചുകൊണ്ട് സർജറി ചെയ്യരുതെന്ന് എല്ലാവരും എതിർത്തിട്ടും അവൻ അത് തന്നെ ചെയ്തു. അങ്ങനെയാണ് ലൂയിസ മരിച്ചത്. പെട്ടെന്ന് അവന്റെ ഉറക്കം ഞെട്ടും. അന്നേരം തോമസ് കഥകിനെ തട്ടിക്കൊണ്ട് ഡോക്ടർ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും. നോക്കുമ്പോൾ തോമസ് വിളിച്ചത് ഈതൽ മരിച്ചത് പറയാനായിരിക്കും. ഈതലിനെ നോക്കിയിട്ട് എഡ്വേർഡ് പറയും ഇവൾ മരിച്ചിട്ട് കുറച്ച് മണിക്കൂറായി. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ വേറെ എഡ്വേർഡിനോട് ഈതലിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ എഡ്വേർഡ് ഈതൽ ഉറക്കത്ത് മരിച്ച കാര്യം വേറെയോട് പറയും. ഡോക്ടർ ഒന്ന് എന്റെ കൂടെ വന്നേ പറഞ്ഞിട്ട് വേറെ എഡ്വേർഡിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. മറുഭാഗത്ത് ഡേവിസ് ആന്റണിയുടെ ബോഡി സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അവന് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്നിട്ട് അവൻ ഫിലിപ്പിനോട് പറയും ഇവൻ കുടിച്ച ഗ്ലാസ്സിൽ സയനൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവൻ മരിച്ചത്. ഇപ്പുറത്ത് വരെ എഡ്വേർഡിനെയും കൂട്ടിയിട്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് പോയിട്ട് ആ ഫിഗേഴ്സ് കാണിച്ചിട്ട് പറയും ഇതിൽ ഇന്നലെ 10 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ എണ്ണി നോക്കിയേ 8 എണ്ണമേ ഉള്ളൂ. 8 ഫിഗേഴ്സ്, അതായത് നമ്മൾ 8 ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. അത് കേട്ട എഡ്വേർഡ് നീ ഓരോന്നും ചിന്തിച്ച് കൂട്ടണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ആ സമയം വേറെ മിററിലൂടെ പാസ്റ്റിൽ സിറിലിന്റെ അമ്മ അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയതിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് കരയുന്നത് കാണും. അന്നേരം വരക്ക് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. സിറിൽ അവന്റെ അമ്മ ഒലിവിയോടും വെരയോടും അവന് കടലിൽ പോയി നീന്തണമെന്ന് പറയും. പക്ഷെ അവർ അതിന് സമ്മതിക്കില്ല. ആ സമയം ഒലിവിയുടെ ഹസ്ബൻഡിന്റെ അനിയനായ ഹ്യൂഗോ അങ്ങോട്ടേക്ക് വരും. ഒലിവിയ വെരയെ ഹ്യൂഗോക്കും ഹ്യൂഗോക്ക് വെരയെയും പരിചയപ്പെടുത്തി കൊടുക്കും. ഇവിടെ പ്രസന്റിൽ ജോൺ കടൽ തീരത്തൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചു വരും. അപ്പൊ ഫിലിപ്പ് കളിയാക്കിക്കൊണ്ട് നിങ്ങളെന്താ പേഡൽ ബോർഡ് റൈഡിന് പോയിട്ട് വന്നതാണോ എന്ന് ചോദിക്കും. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? നിന്റെ ചോദ്യം കേട്ടാ തോന്നും നീ എവിടത്തോ വലിയ സോൾജർ ആണെന്ന്. ഫിലിപ്പ് പറയും ഞാൻ ആരാണെന്നോ എന്താണെന്നോ ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം ജോൺ പറയും നമ്മൾക്കിനി ഒരിക്കലും ഈ ഐലൻഡ് വിട്ടിട്ട് പുറത്തു പോകാൻ പറ്റില്ല എന്ന് എന്തൊക്കെയോ അർത്ഥത്തിൽ പറയും. ഇവിടെ വെച്ച് ഈ സീരീസിന്റെ എപ്പിസോഡ് 1 കഴിയും. അടുത്ത എപ്പിസോഡ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.